ഇന്നിപ്പോൾ വൈകുന്നേരം എല്ലാവരും വരാൻ വേണ്ടി ഞാൻ നല്ല എക്സൈറ്റഡ് ആയിരുന്നു. കാരണം എല്ലാവരും വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പള്ളിപ്പെരുന്നാളിന് പോകുന്ന ഏട്ടൻ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൂടെ ഒക്കെ വന്ന് ഞങ്ങളെല്ലാം ഫ്രഷായി. പിന്നെ ഏട്ടൻ വന്നിട്ട് ഏട്ടൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടെ വൈകുന്നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്. പള്ളിപ്പെരുന്നാളിന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു 2 മണിക്കൂർ നമ്മൾ അങ്ങനെ റൗണ്ട് അടിച്ച് തീരും കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു 6 മണിയൊക്കെ ആയ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു. ആദ്യം നേരെ വന്ന് പ്രാർത്ഥിച്ച് അവിടുത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ എന്തെങ്കിലും ഒന്ന് ലൈറ്റായിട്ട് കഴിക്കാൻ വിചാരിച്ച് അപ്പോൾ ഞങ്ങൾ പാനിപ്പൂരി കഴിച്ച് ഞാനും കൂടെ ഏട്ടൻ മുളക് ബജി കഴിച്ച്. പിന്നെ ഞങ്ങൾ ഏട്ടൻ്റെ മുളക് ബജിയും തട്ടിപ്പറിച്ച് കഴിച്ചു എന്നുള്ള സത്യം തന്നെയാണ്. അത് കഴിഞ്ഞിട്ടില്ലേ ഞാൻ പിന്നെ പോയിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ വാങ്ങില്ലേ, വില കുറവിന് വാങ്ങുന്ന അവിടെയാണ്. ചീർപ്പും പാൻചീർപ്പും ഈ 2 സാധനവും വീട്ടിൽ തട്ടിയിട്ട് മുട്ടിയിട്ട് നടക്കാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞ അവസ്ഥയാണ്. എന്നാൽ പോലും എനിക്ക് എവിടെ പോയാലും ഈ പാൻചീർപ്പും തലേന്തിൻ്റെ ചെരുപ്പും കണ്ടാൽ വാങ്ങാൻ തോന്നൂട്ടാ. പിന്നെ കുടു ഓൾറെഡി സ്കൂളിൽ പോകുമ്പോഴും വരുമ്പോഴും കണ്ടുവച്ചിട്ടുണ്ടായിരുന്ന സാധനമാണ് ഇത്. കഴിഞ്ഞ വട്ടം ഗുരുവായൂർ പോയപ്പോൾ ഇത് വാങ്ങണമെന്ന് പറഞ്ഞിട്ട് ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് തോന്നുന്നു ഇത് വാങ്ങിയാൽ നല്ലതാണ്. ഇപ്പോൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ചെവിയിൽ കാറ്റെടുക്കുന്നതിനൊക്കെ നല്ലതല്ലേ. അങ്ങനെ അവരുടെ ആഗ്രഹപ്രകാരം അത് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ബഡ്ജറ്റ് തീർന്നു കേട്ടോ. അവരോട് പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും ഇഷ്ടപ്പെട്ട ഒറ്റ സാധനം വാങ്ങാൻ പറ്റുള്ളൂ എന്ന്. കാരണം ഇവിടെ വാങ്ങാൻ നിന്ന് കഴിഞ്ഞാലുണ്ടല്ലോ നമ്മൾ ആധാരം പണയം വെക്കേണ്ടി വരും. അത്രയായിട്ട് സാധനങ്ങളുണ്ട് ഇവിടെ. പള്ളിപ്പെരുന്നാൾ എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും അല്ലാത്ത മൊത്തം കിട്ടും കേട്ടോ. ഞാൻ കൂടുതലായിട്ടും വാങ്ങിയ ഇതേപോലത്തെ ലൊട്ടിലൊടുക്ക് സാധനങ്ങളൊക്കെയാണ്. പിന്നെ ഏട്ടൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ് ഈ കമ്മൽ സെക്ഷൻ എന്നുള്ളത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏട്ടൻ ഇഷ്ടം പോലെ കമ്മൽ വാങ്ങിച്ചു തരും കേട്ടോ. വില കുറഞ്ഞതും കൂടിയതും അങ്ങനത്തെ ഒന്നുമില്ല, വലിപ്പമുള്ളതും വലിപ്പമില്ലാത്തതും ഒക്കെ ആയിട്ട് ഏട്ടന് കമ്മൽ സെലക്ട് ചെയ്യാൻ നല്ലൊരു കഴിവുണ്ട് കേട്ടോ. ഏട്ടനെ ഇത്തവണ എടുത്തു തന്ന 3 കമ്മലും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അങ്ങനെ നമ്മൾ പള്ളിപ്പെരുന്നാളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മെല്ലെ വീട്ടിലേക്ക് പോവാണ്.